ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു ടീ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കട്ട്ലറ്റും അതേപോലെ സമൂസയും ഇറച്ചിപ്പത്തിരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള സെയിം ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോഴിക്കോട് നമുക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊന്ന് വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് അത്ര വാങ്ങിക്കാനാണ് ഫസ്റ്റ് തന്നെ പോകുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് വന്നിട്ടാണ് അധികവും അത്ര വാങ്ങിക്കാറ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടാണ് നമ്മൾ അത്ര എടുക്കാറ്. ഇവിടെ എല്ലാ ഫ്ലേവറിൻ്റെ അത്തറും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു 2 ഫ്ലേവറിൻ്റെ അത്തറാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം പിന്നെയും ഇൻഷാ അല്ലാഹ് തീരുമ്പം ഇവിടെ വന്ന് വാങ്ങിക്കലോ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് ഞാൻ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ബീച്ചിൽ പോവാതെ എങ്ങനെയാണ് തിരിച്ചു പോവുക? ഇത് നമ്മൾ സോപാനം ഇവിടുന്ന് നമ്മൾ അടിപൊളിയായിട്ട് എപ്പോഴും ഫുഡ് കഴിക്കാറുണ്ട്. ഇത് നമ്മളെ നെഹദി മന്തിൻ്റെ ഷോപ്പാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിത് ആ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബീച്ച് വൈബ് ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ അധികവും കാണാറുള്ളതാണ് ഈ ഒരു എക്സിബിഷൻ. അപ്പം അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മൾ കരിമ്പിലാണ് കേട്ടോ ജ്യൂസ് വരുന്നത്. കരിമ്പിൽ ഞാൻ കാന്താരീൻ്റെ ജ്യൂസാണ് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പം അവർ അതിൻ്റേതായ രീതിയിൽ ജ്യൂസ് അടിച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ഇങ്ങനൊരു ബോട്ടിലൊക്കെയാണ് അവർ ജ്യൂസ് തരിക. അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കഴിച്ചും കൂടെ നോക്കാം. അപ്പം ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാന്താരിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കഴിച്ച് നോക്കിയപ്പോൾ. അപ്പം നമ്മളിതാ ബീച്ചിലോട്ടേക്ക് നടക്കുകയാണ്. ഇങ്ങനെ ഇവിടെ നിന്നിട്ട് അതും രാത്രിയിൽ ബീച്ച് വൈബ് ആസ്വദിക്കാൻ നല്ല രസമാണ് കേട്ടോ. അത് മാത്രമല്ല ഇങ്ങനെ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടക്കാനും നല്ല ഇഷ്ടമാട്ടോ എനിക്ക്. അധികവും രാത്രി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാറുണ്ട്. ഇങ്ങനത്തെ വൈബ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് മാത്രമല്ല ഇങ്ങനെ ഒരുമിച്ച് കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അത് പ്രത്യേക വൈബാണ്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതും കൂടി ഞാൻ ഇതിൽ ഈടാക്കിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികവും ഇങ്ങനെ പോകുമ്പോൾ കാണാറുണ്ട്. ഈ ഒരു ബബിൾസ് മേടിക്കണം എന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട്. ഇത് വാങ്ങിയിട്ടൊന്ന് ഊതി നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഞാനെന്ത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷേങ്കിൽ എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ബീച്ചിൽ നല്ല കാറ്റായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേങ്കിൽ ഇവിടെ ആയതുകൊണ്ടായിരിക്കണം ഞാൻ വിചാരിച്ചതുപോലെ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് നമ്മൾ 2 പേരെ പരിചയപ്പെട്ടത്. അവരുടെ ഷോപ്പിൽ നിന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷോപ്പിൻ്റെ പേര് വരുന്നത് പോൾസ്കി കബാബ് എന്നാണ് പേര് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അവർ നമ്മളോട് പറയുകയാണ്. ഷോപ്പിലേക്ക് അവർ നമ്മളെ ക്ഷണിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെ ഐറ്റംസാണ് അവിടെ ഉള്ളത്, ഏതൊക്കെ ഫുഡാണുള്ളത്, അതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് അവരോട് ചോദിച്ചറിയാമായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ബീച്ചിലോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒന്നും കൂടെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കുകയാണ് പറ്റുമോ എന്നുള്ളത്. പക്ഷേങ്കിൽ എനിക്കത് നല്ല കാറ്റാണ്, പറ്റുന്നുണ്ടായിരുന്നില്ല. അതും കഴിഞ്ഞ് ബീച്ചിൽ കൂടെ ഒന്നിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു ബീച്ചിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ബൈ.